നമസ്കാരം. പറയാം നേടാം പണം നേടാം ദ കംപ്ലീറ്റ് ഫാമിലി എൻ്റർടൈൻമെൻറ്റ് ഗെയിം ഷോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ അതിഥി സംഗീതത്തിൻ്റെ ഒരു പര്യായമാണ്. സ്വപ്ന സുന്ദരി നാം തന്നെ, നാ സ്വപ്ന ലോകത്തിൻ തേൻ തന്നെ. ശരിക്കും വിജയലക്ഷ്മി ഒരു സ്വപ്ന സുന്ദരിയനാണ്. ആണോ? ഒരു സംഗീത സുന്ദരിയാണ്. കൂത്തമ്പലത്തിൽ വെച്ചു കുറുമൊഴി കുന്നിൽ വെച്ചു കുപ്പിവള തിരിച്ചുടഞ്ഞു. സംഗീതത്തിൽ ഇത്രയും അറിവും പാണ്ഡിത്യമുള്ള ഒരു ഗായിക എനിക്ക് തോന്നുന്നില്ല മലയാള സിനിമയിൽ കാണുമെന്ന്. ഒറ്റയ്ക്കു പാടുന്ന പൂങ്കുയിലേ നിന്റെ പട്ടുപോലുള്ള ഈ പാട്ടിനുള്ളിൽ അതാണല്ലോ അതിന്റെ ഒരിത്. കേറിവാടാ മക്കളയിൽ ഇതാ മൂന്നാമത്തെ ചോദ്യം. ശ്രദ്ധിക്കും, ഒരു ഓഡിയോ ചോദ്യമാണ്. ദാസേട്ടന്റെ ആ ശബ്ദവും ആ ഈണവും പിന്നെ എന്താണ് പറയുന്നത്, ആ സിറ്റുവേഷനും ഇതെല്ലാം കൂടെ പെട്ടെന്ന് ഒരു എന്താ പറയുന്നത്, നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ഒരു അനുഭൂതിയാണ്. ചോദ്യം: സിനിമയിൽ ഈ ഗാനം എത്രാമതായാണ് കാണിക്കുന്നത്? എ രണ്ടാമത്, ബി മൂന്നാമത്, സി ഒന്നാമത്. അയ്യോ, ഒന്നാമതായി, അതാണ് ഉത്തരം. അപ്പൊ അത് സി ആണ്. സി ഒന്നാമതായി. എപ്പോഴും ഒന്നാമതായി തന്നെ ഇരിക്കട്ടെ അല്ലേ? സി ഒന്നാമത് ഞാൻ എടുത്തിട്ട് പൂട്ടി. ഈ മിമിക്രി ഒക്കെ ചെയ്യുന്നുണ്ട്, ആരെയൊക്കെ അനുകരിക്കുന്നേ? ഞാൻ നമ്മുടെ ഇന്നസെന്റ് ചേട്ടൻ, സുകുമാരൻ ചേട്ടൻ, പിന്നെ അടുത്ത് പിന്നെ നമ്മുടെ അടൂർ ഭവാനി ചേച്ചി, കൊച്ചുപ്രേമൻ ചേട്ടൻ. വേണ്ട. അപ്പൊ ആദ്യം ആരെയാ കാണിക്കുന്നേ? ആദ്യം നമ്മുടെ ഇന്നസെന്റ് ചേട്ടന്റെ ഒരു ഡയലോഗ്. ശരി. അല്ല, വാരമാന് എവിടെ പോവാ? അല്ല, എന്നോട് ഇറങ്ങാൻ പറഞ്ഞു, ഇറങ്ങി. താക്കോലെടുക്കാൻ പറഞ്ഞു, എടുത്തു. അങ്ങോട്ട് തീരുമാനിക്ക, അങ്ങോട്ട് പോവുക. പിന്നെ നമ്മുടെ കൊച്ചുപ്രേമൻ ചേട്ടൻ ഇപ്പൊ എന്ത് നല്ല കാര്യം പറഞ്ഞാലും ചീത്ത കാര്യം പറഞ്ഞാലും സന്തോഷമാണേലും എന്താണേലും നിൽക്കും. എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കരുത് കേട്ടോ, നീക്കുവാ തൂണുപോലെ. അടുത്ത ആരാണ്? അടുത്ത നമ്മുടെ അടൂർ ഭവാനി ചേച്ചി, നമ്മുടെ ഒരു ഫീമെയിൽ പുരടി. മക്കള് അറിയാതെ സമാധാനപ്പെടും, എല്ലാം അമ്മൂമ്മ നോക്കിക്കൊള്ളാം, മക്കളൊന്നും ഓർത്ത് വിഷമിക്കണ്ട. വളരെ റെയർ ആയിട്ടുള്ള ആൾക്കാരെയാ കാണിക്കുന്നത്. ഇന്നസെന്റ് ചേട്ടൻ കോമൺ ആണ്. അതെ, ബാക്കിയുള്ള ഈ അടൂർഭവാനിയൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരും അങ്ങനെ എടുത്ത് പ്രയോഗിക്കാറില്ല. പാചകം ചെയ്യുമല്ലേ? ചെറുതായിട്ട്. എന്തൊക്കെയാണ്? അച്ചാർ സെക്ഷൻസ് ആണ് നമ്മള്. വെറൈറ്റീസ് ഓഫ് അച്ചാർ. വെറൈറ്റീസ് ഓഫ് അച്ചാർ എങ്ങനെയാണ് അതിന്റെ ഒരു ഉത്ഭവം? ലോക്ക്ഡൌൺ സമയത്ത് ഞങ്ങള് ഇപ്പൊ പുതിയ ഒരു പരീക്ഷണങ്ങളൊക്കെ ചെയ്തു സംഗീതത്തിന്റെ കൂടെ. അതായത് കുടംപുളി അച്ചാർ. കുടംപുളി നല്ലതാണ്, ശരീരത്തിന് വളരെ നല്ലതാണ്. മീനിനകത്താണ് സാധാരണ ഇടുന്നത്. ഇതൊരു വെറൈറ്റിയാണ്. കുടംപുളി അച്ചാർ, ആപ്പിൾ അച്ചാർ. അല്ലേ, കുടംപുളി അച്ചാർ എങ്ങനെയാണ് അതിന്റെ ഒരു? കുടംപുളി പിന്നെ ആദ്യം വെള്ളത്തിലിട്ടിട്ട് ഇടുക, ചൂടുവെള്ളത്തിൽ ഇടണം. കുറച്ച് കഴിയുമ്പം അത് കൈ കൊണ്ട് കിള്ളിയെടുക്കുക. കിള്ളിയെടുത്തിട്ട് അതില് അച്ചാർ പൊടി, പിന്നെ ഉപ്പ് ആവശ്യത്തിന്, നല്ലെണ്ണ ചൂടാക്കി കൂടെ ഒഴിക്കുക. പരിപാടി തീർന്നു. ഇതുപോലെ തന്നെ ഇല്ല. അത് കഴിഞ്ഞ് പിന്നെ അടുത്തത് ആപ്പിൾ. യെസ്. അതിന് മധുരം കാണും അല്ലേ? മധുരം ഇല്ല, പച്ച ആപ്പിൾ വെക്കുവാണെങ്കിൽ നല്ലതായിരിക്കും. ആപ്പിൾ, സബർജിൽ, ചക്ക, തേങ്ങ. യെസ്. തേങ്ങ മുഴുവനായിട്ട് ഇടും അതോ ചെറുതായിട്ട് കൊത്തിയരിഞ്ഞിട്ട്? ഞാൻ വിചാരിച്ച മൊത്തം തേങ്ങയായിട്ട്. ഈശ്വരാ, ഇളവൻ തേങ്ങ അച്ചാർ, കരിക്കോല്, അതൊക്കെ അച്ചാറിടാം. ഇതൊക്കെയാണ് നമ്മുടെ പരിപാടി. പിന്നെ വേറെന്താണ്? ചക്ക സാധാരണ ഇതെല്ലാം ഇടും. ഇതൊക്കെ തന്നെ നമ്മുടെ പരിപാടി. പക്ഷെ വേറൊരു കാര്യം ഉണ്ട് കേട്ടോ, കേട്ടിട്ട് ഭയങ്കരമായിട്ട് കൊതിയാവും. ആണ്. അപ്പൊ നമുക്ക് ഇതിനകത്ത് എന്റെ ഒരു പാട്ട് വായിക്കാൻ പറ്റുമോ? പിന്നെന്താ?
അപ്പൊ ഏത് പാട്ടാ വായിക്കുന്നേ? സാറിന്റെ പാട്ട് ഉന്നമ്മറന്ന് തെന്നിപ്പറന്ന് കിനാക്കളില്ലോ. ബാലകൃഷ്ണൻ സാറാണ് അതിന്റെ മ്യൂസിക്. അതെ അല്ലേ? റെഡി. ഒന്നിച്ചെടുത്ത് കരളിനകത്ത് ജില്ലിട്ടടച്ചതല്ലേ വഴിയിൽ ചേക്കയുണരും വാലു വിറയും പക്ഷി പറയും ഭൂമിയിൽ അടിമുടി കുലുക്കുമെല്ലാം പറന്നു തന്നെ പറന്ന പൊന്നത്തിനക്കളെല്ലാം ഒന്നിച്ചെടുത്ത് കരളിനകത്ത് ജില്ലിട്ടടച്ചതല്ലേ ഉന്നം പറന്നു തെന്നിപ്പറന്ന പൊന്നത്തിനക്കളെല്ലാം ഒന്നിച്ചെടുത്ത് കരളിനകത്ത് ജില്ലിട്ടടച്ചതല്ലേ അല്ലേ. ബ്യൂട്ടിഫുൾ ബ്യൂട്ടിഫുൾ. ഇത് പെട്ടെന്ന് കേട്ടപ്പോ എനിക്കൊരു കാര്യം ഓർമ്മ വന്നിട്ട്, അതായത് അത് വന്നപ്പോ ആ പാട്ടിന്റെ വേറൊരു മുഖച്ഛായ മാറി. അത് കേട്ടപ്പോ എനിക്ക് ഓർമ്മ വന്നത്, പണ്ടൊരു ഇതുപോലെ കച്ചേരി പാടുന്ന ഒരു പ്രശസ്തയായിട്ടൊരു വ്യക്തി ഉണ്ടായിരുന്നു. ഞാൻ പേരൊന്നും പറയുന്നില്ല. അപ്പൊ അവര് ഇതുപോലെ ഈ കച്ചേരി എല്ലാം കഴിയുമ്പോഴത്തേക്ക് ഇതുപോലെ തുക്കടയുണ്ടല്ലോ, നമ്മുടെ ഭാഷയിൽ തുക്കട എന്ന് പറയും. അപ്പൊ അത് അപ്പം അന്ന് ഫേമസ് ആയിട്ടുള്ള മറ്റേ ഗോരിത്തര ഗാവ് ബഡാ പ്യാര, ഗോരിത്തര ഗാവ് ബഡാ പ്യാര മേ തോ ഗയാ മാരാ ആംഖേ യഹാരേ ആംഖേ യഹാരേ, ഇതാണ് സംഭവം. അപ്പൊ ഇത് മൃദംഗം തബലയൊക്കെ വെച്ച് തകിഡൻ 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 തങ്ങെന്ന് പറയും. ആ പുള്ളിക്കാരി പാടിയപ്പോഴത്തേക്ക് പുള്ളി ഭയങ്കര ക്ലാസിക്കൽ വോക്കലിസ്റ്റ് ആയതുകൊണ്ട് അത് പാടിയപ്പോ ഇങ്ങനെയാ പാടിയത്, ഗുരുതര ഗാവോ ബഡാ പ്യാരാ മേ തോ ഗയാ മാരാ ആംഖേ യഹാരേ ഞാൻ കേട്ടിട്ടുണ്ട്. അതിന്റെ ഷേപ്പ് അങ്ങ് മാറി. ഇതുപോലെ പലതും ഉണ്ട് ഇങ്ങനെ. കൊറേ ഗ്രൂപ്പ് തരാ പാടിയപ്പോ എങ്ങനെയാ, അതായത് റുപ്പ് തെരാ മസ്താന പ്യാർ മേരാ ദീവാന, റുപ്പ് തെരാ മസ്താന പ്യാർ മേരാ ദീവാന, ഫൂൽ കോയി ഹംസേ നാ ഹോ ജായേ. ഇതാണ് ഒറിജിനൽ. ഇത് കച്ചേരിക്കാർ പാടുവാണ്. റുപ്പ് തെരാ മസ്താന പ്യാർ മേരാ ദീവാന, ഫൂൽ കോയി ഹംസേ നാ ഹോ ജായേ. എന്റെ അമ്മേ ഞങ്ങൾ കൊല്ലേ. ഇപ്പൊ വേറൊരു കാര്യം കൂടെ ഉണ്ട് കേട്ടോ. ഇപ്പൊ ചില പാട്ടുകാരും ഇതുപോലെ വന്നിട്ടുണ്ട് ഉണ്ടല്ലേ. നമ്മള് പാടുമ്പോഴത്തേക്ക് ഇപ്പം തങ്കത്തിങ്കൾ കിളിയായി കുറുക താരത്തുവൽ മെനയാം നനയാം നീരാടിയാടും, ഇതാണ് പാട്ട്. പക്ഷെ അവര് ഇതിനെ അങ്ങോട്ട് ഇംപ്രൂവൈസ് ചെയ്തിട്ട് അങ്ങ് എവിടോ വേറൊരു ലോകത്തുണ്ടും. അപ്പൊ ഞാനിങ്ങനെ നമ്മുടെ MJ ജയചന്ദ്രൻ എൻ്റെ കൂടെ ആണല്ലോ ഇപ്പം ജഡ്ജായിട്ടിരിക്കുന്നത്. അപ്പൊ ഞങ്ങൾ തമ്മിൽ സംസാരിക്കുമ്പോൾ പറയും, ചേട്ടാ ഞാനൊക്കെ ചെയ്തത് വേറെ ആൾക്കാർ പാടുമ്പം ഞാൻ വേണ്ടേ എന്ന് തോന്നിപ്പോകുന്നു. ഞാൻ കഷ്ടപ്പെട്ടൊരു ട്യൂണ് ചെയ്തപ്പോഴ് ഇത് എടുത്തു വെച്ച് വേറെ ആൾക്കാർ പാടുന്ന എന്താ അതെടുത്ത് പെരുമാറുക, അതെടുത്തങ്ങ് പെരുമാറുക. അപ്പം തങ്കത്തിങ്കൾ കിളിയായി കുറുക, അങ്ങനെ താരത്തൂവൽ കിളിയായി കുറുക നീരാടിയാടും, അങ്ങനൊക്കെ പോകും നിറസന്ധ്യയിൽ. പിന്നെ രക്ഷകാർക്ക് ഇങ്ങനെ പാടും. പിന്നെ ആയിരിക്കും അല്ലേ, അതെങ്ങനെയായിരിക്കും? ക്രൂശിൽ പിടഞ്ഞ വേളയിൽ നാഥൻ ചൊരിഞ്ഞ ചോരയിൽ, ക്രൂശിൽ പിടഞ്ഞ വേളയിൽ നാഥൻ ചൊരിഞ്ഞ ചോരയിൽ ബലിദാനമായിതാ
തിരുജീവനേകി നീ. അങ്ങനെ പേടിപ്പിക്കല്ലേ പാവം, എല്ലാരും രക്ഷിക്കുന്ന ഒരു മനുഷ്യനാണ്. എന്തായാലും നമ്മൾ കൂടുതൽ പോയി കഴിഞ്ഞാൽ അതിനകത്ത് വളരെ ഡീപ്പായിട്ട് അങ്ങ് പോകും. തൽക്കാലം നമുക്ക് ഇവിടെ നിർത്താം. അപ്പം ഒന്നാമത് എന്നാണ് ഉത്തരം നൽകിയിരിക്കുന്നത്. സി ഉത്തരം ശരിയാണ്. 2000 രൂപ സമ്മാനം ലഭിച്ചിരിക്കുന്നു. വെരി ഗുഡ്. അതാണല്ലോ അതിന്റെ ഒരു കേറിപാടാം മക്കളിൽ. ഇതാ 4ാമത്തെ ചോദ്യം. ഗന്ധർവന്മാർ യഥാർത്ഥത്തിൽ ആരെന്നാണ് സിനിമയിൽ പറയുന്നത്? എ ദേവലോകത്തെ പാട്ടുകാർ, ബി ദേവലോകത്തെ കാമുകന്മാർ, സി ദേവലോകത്തെ രാജാക്കന്മാർ. പറയട്ടെ. എ ദേവലോകത്തെ പാട്ടുകാർ. തീർച്ചയാണ്? യെസ്. ഉറപ്പാണ്? യെസ്. എ ദേവലോകത്തെ പാട്ടുകാർ. ഞാൻ എടുത്തു വെച്ച് പൂട്ടി. പാട്ടുകാരും മാത്രമല്ല, വാറ്റുകാരും. വാറ്റുകാരും? അതെന്തോ പാടി അത് കഴിഞ്ഞ് അവർക്ക് സോമരസം വിളമ്പുക. ഈ ദേവലോകത്തെ പാട്ടുകാർ എന്ന് പറഞ്ഞപ്പോ ഇപ്പൊ ഈ സോമരസം വിളമ്പുന്നത് അതൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. എന്താണ് വിജയലക്ഷ്മി മീൻ ചെയ്യുന്നത്? എന്താണ് ഉദ്ദേശിക്കുന്നത്? എന്താന്ന് വെച്ചാൽ ദേവലോകത്ത് അവർക്ക് പാട്ട് പാടി കൊടുക്കുക, അവർക്ക് വേണ്ടത് അവർക്ക് മദ്യം വിളമ്പുക. മദ്യം വിളമ്പുക, അത് പാട്ടുകാര് തന്നെ. അത് ശരി, ആ പരിപാടിയുണ്ട്. അതാണ് ഞാൻ ദേവലോകത്ത്. ദേവലോകത്ത് ഇവിടെ. അപ്പൊ ഈ ദേവലോകത്തെ കാമുകന്മാരോ? അത് എന്താന്നറിയാൻ പാടില്ല. അത് എന്ത് എനിക്ക് മനസ്സിലാവുന്നില്ല. എന്താണ് അതെന്ത് പരിപാടി? അതാണ് ഓപ്ഷൻ ബി. നമ്മൾ എ ആണ് പൂട്ടിയത്. ഇനി ദേവലോകത്തെ രാജാക്കന്മാരോ? അതെന്ത് കഥയാ? എന്തോന്ന്? ഒരു പിടിയില്ല. ഒരു പിടിയില്ല കേട്ടോ. എന്തായാലും ദേവലോകത്തെ പാട്ടുകാരെ അറിയാമല്ലോ. അതറിയാം. ഓക്കെ, അത് വെച്ച് പൂട്ടി. പിന്നെ വിജയലക്ഷ്മിയുടെ ഒരു ദിവസം തുടങ്ങുന്ന എങ്ങനെയാണ്? രാവിലെ വൈകിട്ടും ജപം കാര്യങ്ങളൊക്കെ. ഉപാസനയുണ്ട്, ദേവി ഉപാസന. ദേവി ഉപാസന. അപ്പൊ എത്ര മണിക്ക് എണ്ണീക്കും? ഞാനിപ്പോ 8 മണിക്ക് കേട്ടു. 8 മണിയാവും. എന്നാലും ഉപാസനയ്ക്ക് അങ്ങനെ സമയമൊന്നുമില്ല. 7 മണി 7:30 8 മണി. ഞാനും ഒക്കെ അങ്ങനെ തന്നെ 7:30. അതെ അതെ, 8 മണിക്കകത്ത്. പിന്നെ പാട്ട് പ്രാക്ടീസ് ചെയ്യുക, ഗായത്രി വീണ പ്രാക്ടീസ് ചെയ്യും. എല്ലാം കസുണ്ട്, അതും പ്രാക്ടീസ് ചെയ്യും. കാലത്ത് എണ്ണീറ്റ് കഴിഞ്ഞാൽ ദിനചര്യ എല്ലാം കഴിഞ്ഞ് കാപ്പി കുടിക്കുന്നതിന് മുമ്പാണോ കാപ്പി കുടിച്ചതിന് ശേഷം? കാപ്പി കുടിച്ചതിന് ശേഷം. എന്താണ് കാപ്പിക്ക് ഇഷ്ടം? ഏറ്റവും ഇഷ്ടം ദോശ, ചപ്പാത്തി, പിന്നെ മുട്ട, മീന് എല്ലാം കഴിക്കും കിട്ടും. ഓക്കെ. അപ്പൊ എല്ലാം കൂടെ ഒരുമിച്ച് കഴിക്കുമോ അതോ? ഇല്ല, ഓരോ ദിവസം ഓരോ ചേഞ്ച് ചെയ്ത് അങ്ങോട്ട് ഓരോ വെറൈറ്റി സാധനങ്ങളൊക്കെ ഞാൻ പറയും കേട്ടോ. പാസ്ത. കാലത്തോ? 8 മണിക്കോ? കാലത്തും കഴിക്കാം, വൈകുന്നേരം കഴിക്കാം, എപ്പോ വേണേലും കഴിക്കാം, ഒരു വിഷയമില്ല. ഊത്തപ്പം വേണോ, പെണ്ണെ ബോണ്ട വേണോ, അതൊക്കെ. അതെന്താ? അതൊരു പാരഡിയാ കേട്ടോ. ഞാൻ പാരഡിയൊക്കെ ഉണ്ടാക്കും കേട്ടോ. ശരി, കേക്കട്ടെ. ഊത്തപ്പം വേണോ, പെണ്ണെ ബോണ്ട വേണോ. വീടുരായപ്പോ സാറിന്റെ ആണേ. ഊത്തപ്പം വേണോ, പെണ്ണെ ബോണ്ട വേണോ, ഇത്താപ്പൂ ചേട്ടൻ തന്ന പുട്ടു വേണോ. ഊത്തപ്പം വേണോ, പെണ്ണെ ബോണ്ട വേണോ, ഇത്താപ്പൂ ചേട്ടൻ തന്ന പുട്ടു വേണോ. കദളിപ്പഴവും നല്ല കടല കറിയും കൂട്ടി നൽകിയിടാം പാൽ പായസം. ഇന്നാ വെണ്ണെ വേണ തിന്ന്, ഇന്നാ വെണ്ണെ വേണ്ട വേണ്ട. ഊത്തപ്പം വേണോ, വെണ്ണെ ബോണ്ട വേണോ, ഇത്താപ്പൂ ചേട്ടൻ തന്ന പുട്ടു വേണോ. എനിക്ക് ഏറ്റവും രസമായിട്ട് തോന്നുന്നത് എന്താണെന്നറിയോ? വിജയലക്ഷ്മി എല്ലാത്തിനും ഒരു സംഗതി ഇല്ലാത്ത സംഭവമില്ല. അതാണ്. അപ്പൊ ഒരു സംഗതി വിജി എന്ന് ഞാനിടാം. അതായത് ഊത്തപ്പത്തിന് ഒരു സംഗതിയുണ്ട്, പിന്നെ ബോണ്ടയ്ക്ക് 2 സംഗതി ഉണ്ടല്ലേ. ബോണ്ട വേണോ അങ്ങനുണ്ട്, പിന്നെ വേറെ സംഗതി ഇട്ടല്ലോ ബോണ്ടയ്ക്ക്. ബോണ്ട വേണോ, വേണോ. അത് പിന്നെ ഒരു സംഗതി കിട്ടെ ബോണ്ടയ്ക്ക്. ഊത്തപ്പം വേണോ, വേണ്ടേ ബോണ്ട വേണോ. പിന്നെ അടുത്തൊരു സംഗതി ബോണ്ടയ്ക്ക്. ഊത്തപ്പം വേണോ, വെണ്ണെ ബോണ്ട വേണോ. അയ്യോ 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 അയ്യോ, അത് അപാര ബോണ്ടയായി കേട്ടോ. സത്യത്തിൽ ഇറ്റ്സ് വെരി ഇൻട്രസ്റ്റിംഗ് കേട്ടോ. വിജയായിട്ട് സംസാരിച്ചോണ്ടിരുന്നു കഴിഞ്ഞാൽ ഒരു പക്ഷെ ഇന്ന് വൈകുന്നേരം വരെ ഈ ഇങ്ങനൊരു ഇരിപ്പ് ഞാൻ അങ്ങ് ഇരിക്കും. കാരണം വെച്ചാൽ ഒരുപാട് സംഭവങ്ങളാണ് വിജയുടെ നിന്ന് കിട്ടുന്നത്. വളരെ വെറൈറ്റി ആയിട്ടുള്ള, അത് ആർക്കും ചെയ്യാൻ പറ്റാത്ത കുറെ കാര്യങ്ങളാണ്. താങ്ക് യു. അതായത് രസമുണ്ട്.
നല്ല രസം. എ ദേവലോകത്തെ പാട്ടുകാർ. ഉത്തരം ശരിയാണ്. കൺഗ്രാചുലേഷൻസ്. 2000 രൂപ സമ്മാനമായി ലഭിച്ചിരിക്കുന്നു. വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്. അപ്പൊ എന്തായാലും ഇത്രയും വിജയലക്ഷ്മി ഞങ്ങൾക്ക് തന്നപ്പോ ഞങ്ങൾ ഒരെണ്ണം അങ്ങോട്ട് തരണ്ടേ? അത് ശരിയാണ്. ഓക്കെ. കുട്ടപ്പൻ എന്നൊരു പ്രതി ജയിലിയാടി. കുട്ടപ്പൻ എന്നൊരു പ്രതി ജയിലിയാടി. പോലീസുകാർ നോക്കിയിട്ട് കിട്ടിയില്ല. പുള്ളി രക്ഷപ്പെട്ടു. പക്ഷെ പിറ്റേ ദിവസം കോടതിയില് കുട്ടപ്പനെ ഹാജരാക്കി. അതെങ്ങനെ സംഭവിച്ചു? അതെങ്ങനെ സംഭവിച്ചു? അതാ ചോദ്യം. ദൈവമേ, ബാക്കിയത് പാടോ? ഇനിയൊരു എങ്ങനെ അതെങ്ങനെ സംഭവിച്ചു? എന്ത് ആരുപിടി? കുട്ടപ്പൻ എന്ന പ്രതി ജയിലിയാടി. കേട്ടല്ലോ? അത് കേട്ടായിരുന്നു. പോലീസുകാർക്ക് കിട്ടിയില്ല. പിന്നെ എങ്ങനെ കിട്ടിയ? പക്ഷെ പിറ്റേ ദിവസം കുട്ടപ്പനെ കോടതിയിൽ ഹാജരാക്കി. അതെങ്ങനെ? എനിക്ലൂ. അയ്യോ, ഇതിന് ക്ലൂ ഒന്നും തരത്തില്ല. ക്ലൂ തരുമോ? ക്ലൂ തരില്ല. അതെന്താ? അതെങ്ങനെയാ? വിട്ടോ? യെസ്. രക്ഷയില്ല. നോ. പറയട്ടെ? മറ്റൊരു പ്രതിയെ കുളിച്ച് കുട്ടപ്പനായിട്ട് കൊണ്ട് ഹാജരാക്കി. അപ്പൊ ഈ സന്തോഷത്തിലൊരു കസു വായിക്കുന്നോ അതൊരു പാട്ട് പാടുന്നോ? ഏത് വേണം? ഈ സന്തോഷത്തില് കൊറോണയെ കുറിച്ചൊരു പാരഡി ഗാനം പാടിയാലോ? ആയിക്കോട്ടെ. ഞാനും റെഡ് എഫ്എമ്മിലെ അജീഷും കൂടെ ഒരു ഗാനം ഉണ്ടാക്കി. അതായത് പനി വീഴും മലർവനം, ആ തമിഴ് പാട്ടിന്റെ പാരഡി ഗാനമാണേ. പനി വരും, ചുമ വരും, ജലദോഷം പിന്നെ വരും. പനി വരും, ചുമ വരും, ജലദോഷം പിന്നെ വരും. പനി വരും, ചുമ വരും, ജലദോഷം പിന്നെ വരും. തൊണ്ടവേദന, ശ്വാസം മുട്ട്, അത് കൊറോണയായി മാറിടും. ഓഹോ, തൊണ്ടവേദന, ശ്വാസം മുട്ട്, അത് കൊറോണയായി മാറിടും. പനി വരും, ചുമ വരും, പനി വരും, ചുമ വരും. അയ്യോ, പനി വരും, ചുമ വരും. അതിനും ഒരു സംഗതി അല്ലേ? അതെ. ഈ കൊറോണയ്ക്ക് സംഗതി ഇട്ട ആദ്യത്തെ വ്യക്തിയായിരിക്കും ബിജി. ഓക്കെ, കേറി വാടാ മക്കളയിൽ. ദ ലാസ്റ്റ് ക്വസ്റ്റ്യൻ, 5ാമത്തെ ചോദ്യം. ശ്രദ്ധിക്കൂ, ഒരു ഓഡിയോ ആണ്. സൂര്യനിലെ അഗ്നിയുടെ മൂർത്തിമദ്ഭാവമായ ഗന്ധർവ, നീ വീണ്ടും കണ്ടുപിടിക്കപ്പെട്ടിരിക്കുന്നു. നിനക്കിനി ആകെയുള്ളത് ഇന്നത്തെ ഈ രാത്രി മാത്രം. ഇന്നത്തെ രാത്രി നീ ഈ ഭൂമിയിൽ നിന്ന് യാത്രയാണ്. ഒരിക്കലും തിരിച്ചു വരവില്ലാത്ത യാത്ര. രാത്രിയുടെ എത്രാമത്തെ കാറ്റ് വീശുമ്പോഴാണ് ഗന്ധർവൻ ഭൂമിയിൽ നിന്നും യാത്ര പറയേണ്ടത്? എ 7, ബി 12, സി 17. പറയട്ടെ? സി 17 പൂങ്കരളെ കാലത്ത് പൂവിട്ടതെന്താണ്? 17 ഉറപ്പാണല്ലോ? യെസ്. എന്റെ കരയരുത്. ഇല്ല. പിന്നെ 12 പറയരുത്. ഇല്ല. ഉറപ്പാണല്ലോ. അപ്പൊ സി 17 ഞാൻ എടുത്ത് വെച്ച് പൂട്ടി. അപ്പൊ എന്തായാലും 17 അല്ലേ പൂട്ടിയിരിക്കുന്നേ? അപ്പൊ 17 ആ പാട്ടങ്ങ് പാടിക്കൊന്ന് ബസ്സുവിലോ പാട്ടായിട്ടോ. അതെ, കസൂല് വയ്യ. പക്ഷെ ഒരു കാര്യം കേട്ടോ, സംഗതി വേണേ. സംഗതി ആയിക്കോട്ടെ.
താങ്ക് യു. ആ 17 പൂങ്കരലിനൊരു ഒരു ആറ്റൻ സംഗതി ഇട്ട് കൊടുത്തു. അതെ അതെ. അതെന്തായിരുന്നു വാവോട്ട് പറഞ്ഞത്? പറയാതെന്റെ പൂങ്കനവേ. ആഹാ, മോഹൻസ് താരക്ക് ഇരിക്കട്ടെ ആ സംഗതി അല്ലേ? അതെ. അപ്പോ C17. യെസ്, ഉത്തരം ശരിയാണ്. കൺഗ്രാറ്റുലേഷൻസ്. 10,000 രൂപ സമ്മാനമായി ലഭിച്ചിരിക്കുന്നു. വെരി ഗുഡ്. താങ്ക് യു. അതാണല്ലോ അതിന്റെ ഒരു ഇത്. സോ വിജി, ഇന്നിവിടെ സമയം അവസാനിച്ചിരിക്കുകയാണ്. 8:30 ആയിരിക്കുന്നു. അപ്പൊ നാളെ രാത്രി 8 മണിക്ക് തീർച്ചയായിട്ടും അച്ഛനും അമ്മയും വന്നിട്ടുണ്ട്. രണ്ടുപേരുമായിട്ട് വന്നാലും സന്തോഷം, അച്ഛനായിട്ട് വന്നാലും അമ്മയായിട്ട് വന്നാലും സന്തോഷം. യെസ്. അപ്പൊ ആരുമായിട്ടാ വരാൻ പോകുന്നേ? അച്ഛനുമായിട്ട് ഒരു അമ്മയും കൂടെ വന്നെങ്കിൽ നന്നായിരുന്നു കേട്ടോ. നന്നായിരുന്നു, ഞങ്ങൾക്ക് ഇഷ്ടമാണ്. എന്തായാലും നാളെ രാത്രി 8 മണിക്ക് ഒരു ഉഗ്രൻ അടിപൊളി തകർപ്പൻ പെർഫോമൻസുമായിട്ട് വിജി വരും. അതൊരു രഹസ്യമാണ് അല്ലേ? അത് ഞങ്ങൾ പരസ്യമാക്കുന്ന നാളെ 8 മണിക്കാണ്. സോ ടിൽ ദെൻ, ഗുഡ് നൈറ്റ്, സ്വീറ്റ് ഡ്രീംസ്. താങ്ക് യു. വൈകി വരുന്നോർക്കും മോക്ഷം നൽകും. ശരിക്കും അങ്ങനെ കാഴ്ചശക്തി തിരിച്ചു കിട്ടുമ്പോൾ ആരെയായിരിക്കും ആദ്യം കാണണമെന്ന് ആഗ്രഹിക്കുന്നത്? അച്ഛനെയും അമ്മയും, പിന്നെ ഭഗവാനെ. ആരിവൻ കല്ലും തൂക്കിപ്പോയിടുന്നോൻ, പൈതൽ പോലെ തോളുമേലെ നിന്നെ തൂക്കിപ്പോയിടുന്നോൻ. അതെ, നിങ്ങൾ വൈക്കത്തൊന്ന് ഇങ്ങോട്ട് വന്നപ്പോഴേ ഒരു ചായക്കട കയറി അടിയുണ്ടാക്കിയെന്ന് കേട്ടു. ഇന്നലെ വൈകുന്നേരമാണോ ഉച്ചയ്ക്കാണോ എനിക്ക് അറിഞ്ഞൂടാ. എന്തായിരുന്നു ആ സംഭവം? ചെല്ലപ്പൻ ചേട്ടാ, ചായക്കടയിൽ എന്തുണ്ട് തിന്നാൻ? ഉച്ചക്കത്തെ ചോറും ചാറും ഉരുട്ടി പൊരിച്ചൊരു കിടിലൻ ബോണ്ട തരാ.